പിണറായി സർക്കാരിൽ മാത്രമല്ല പുതുതായി അധികാരമേറ്റ വി.ഡി. സതീശൻ മന്ത്രിസഭയ്ക്കുമുണ്ട് കുടുംബവാഴ്ചയുടെ കഥകൾ. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിരുന്ന കെ. കരുണാകരന്റെ മകൻ കെ. മുരളീധരൻ മുതൽ പാലക്കാട് MP വി.കെ. ശ്രീകണ്ഠന്റെ ഭാര്യ കെ. തുളസി വരെയാണ് പിൻഗാമികളായി എത്തിയത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ പഴികെട്ടത് മന്ത്രിസഭയിലെ കുടുംബവാഴ്ചയുടെ പേരിലാണ്. മരുമകൻ മുഹമ്മദ് റിയാസിനെ മന്ത്രിയാക്കുകയും പ്രധാന വകുപ്പുകൾ ഏൽപ്പിക്കുകയും ചെയ്തത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. കുടുംബവാഴ്ചയ്ക്കെതിരെ നിരന്തരം വിമർശനങ്ങൾ ഉന്നയിക്കുകയും പരിഹസിക്കുകയും ചെയ്ത UDF അധികാരത്തിലേറുമ്പോഴും മാറ്റമുണ്ടാകുന്നില്ല എന്നതാണ് വി.ഡി. സതീശൻ മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ പട്ടിക സൂചിപ്പിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കണ്ണോത്ത് കരുണാകരന്റെ മകൻ കെ. മുരളീധരൻ മുതൽ പാലക്കാട് ലോക്സഭാംഗം വി.കെ. ശ്രീകണ്ഠന്റെ ഭാര്യ കെ. തുളസി വരെയുണ്ട് ഈ പട്ടികയിൽ. കോൺഗ്രസിൽ നിന്ന് 2 പേരും മുസ്ലിം ലീഗിൽ നിന്ന് 2ഉം RSP, കേരള കോൺഗ്രസ് എന്നീ ഘടകകക്ഷികളിൽ നിന്നുമാണ് പിൻഗാമിമാരായ MLA-മാർ മന്ത്രിസഭയിലെത്തിയത്. കെ. മുരളീധരനും AK തുളസിയും കോൺഗ്രസിൽ നിന്നാണെങ്കിൽ മുസ്ലിം ലീഗ് മുൻ പൊതുമരാമത്ത് മന്ത്രി ഇബ്രാഹിം കുഞ്ഞിന്റെ മകൻ VK അബ്ദുൽ ഗഫൂറും 1991 കെ. കരുണാകരൻ മന്ത്രിസഭയിൽ ചീഫ് വിപ്പായിരുന്ന പത്തായക്കോടൻ സീതി ഹാജിയുടെ മകൻ PK ബഷീറുമാണ് മന്ത്രിമാരായിട്ട് മുസ്ലിം ലീഗിൽ നിന്നുള്ളത്. RSPയുടെ സമുന്നതനായ നേതാവ് ബേബി ജോണിന്റെ മകൻ ഷിബു ബേബി ജോണും മുൻ മന്ത്രിയും പിറവം MLA-യുമായിരുന്ന TM ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബുമാണ് മറ്റ് 2 മന്ത്രിമാർ. ഇതോടെ 21-അംഗ UDF മന്ത്രിസഭയിൽ 6 പേർ കുടുംബാധിപത്യത്തിന്റെ ഭാഗമായി എത്തിയവരാണ്. ഇതിൽ ഷിബു ബേബി ജോണും അനൂപ് ജേക്കബും തങ്ങളുടെ മണ്ഡലമായ കുണ്ടറയും പിറവവും പാരമ്പര്യ മണ്ഡലമായി കരുതിപ്പോകുന്നവരാണ്. മറ്റാർക്കും മണ്ഡലം വിട്ടുകൊടുക്കുവാനോ പാർട്ടിയിൽ നിന്നും വിട്ടുനിൽക്കുവാനോ തയ്യാറാകാറുമില്ല. മന്ത്രിസഭയിൽ ഇല്ലെങ്കിൽ പോലും സർക്കാരിന്റെ ഭാഗമായി മറ്റൊരു പിൻഗാമി കൂടിയുണ്ട്. കേരള കോൺഗ്രസ് മുതിർന്ന നേതാവായ PJ ജോസഫിന്റെ മകൻ അപ്പു ജോസഫാണ് ഇക്കൂട്ടത്തിലുള്ളത്. വി.ഡി. സതീശൻ സർക്കാരിൽ ചീഫ് വിപ്പ് സ്ഥാനമാണ് അപ്പു ജോസഫിന് നൽകിയിട്ടുള്ളത്. ജനം, തിരുവനന്തപുരം.